എല്ലാവർക്കും നമസ്കാരം. ക്ലാസ് 8 ഫിസിക്സിന്റെ ആനുവൽ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. 1 മാർക്കാണ്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിലെ അത് നോക്കി വെച്ച് താഴെ കുറച്ച് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പം അത് കറക്റ്റ് ഏതാണെന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്റ്റീൽ ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് പെർമനന്റ് മാഗ്നറ്റ്സ്. സ്റ്റീൽ ഉപയോഗിച്ച് നമുക്ക് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ശരിയാണല്ലോ, അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഇനി സ്റ്റീൽ ഹാസ് ഹൈ സസെപ്റ്റിബിലിറ്റി ആൻഡ് ലോ റിറ്റൻറ്റിവിറ്റി. സ്റ്റീലിന് ഹൈ സസെപ്റ്റിബിലിറ്റിയും അതുപോലെ തന്നെ ലോ റിറ്റൻറ്റിവിറ്റിയും ഉണ്ട്. അത് കറക്റ്റ് ആണോ? അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. സ്റ്റീലിന് എങ്ങനെയാണ്? ലോ സസെപ്റ്റിബിലിറ്റി ആണ് കേട്ടോ. സ്റ്റീലിന് ലോ സസെപ്റ്റിബിലിറ്റി ആണ്, അതുപോലെ തന്നെ ഹൈ റിറ്റൻറ്റിവിറ്റി ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 അവിടെ തെറ്റാണ്. അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻ നോക്കുക കേട്ടോ. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് എന്നുള്ളത് നോക്കുക കേട്ടോ. സ്റ്റേറ്റ്മെന്റ് 1 സി ഇവിടെ ഉണ്ട്, 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് റോങ് കേട്ടോ. അപ്പം ബാക്കിയൊന്നും വരില്ല, സി ആണ് കേട്ടോ കറക്റ്റ് ഓപ്ഷൻ. സി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഐഡന്റിഫൈ ദ കറക്റ്റ് മാച്ചിങ് ഓഫ് ഐറ്റംസ് ഇൻ ദ ഫോളോയിങ് ടേബിൾ. മാച്ചിങ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഗിവൺ മെഷർമെന്റ് തന്നിട്ടുണ്ട്, അത് SI യൂണിറ്റിലേക്ക് മാറ്റിയിരിക്കുന്നതാണ് കേട്ടോ. 500 മില്ലിമീറ്റർ. 500 മില്ലിമീറ്ററിലാണ് നമുക്ക് SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ലെങ്തിന്റെ ആണല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ SI യൂണിറ്റ് മീറ്റർ ആണ് വരുന്നല്ലേ. അപ്പോൾ 500 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 0.5 മീറ്റർ ആണ് കേട്ടോ. 500 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.5 ആണ്, അതായത് Y ആണ് വരുന്നത് കേട്ടോ. അപ്പം A എന്ന് പറഞ്ഞിരിക്കുന്നത് Y ആണ് വരുന്നത്. ഇനി B എത്രയാണ്? 500 സെന്റിമീറ്റർ. 500 സെന്റിമീറ്റർ ആണ്. 500 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ് വരുന്നത്? 5 മീറ്റർ ആണല്ലേ. 500 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 5 മീറ്റർ ആണ് വരുന്നത്. അതായത് B എന്ന് പറഞ്ഞാൽ Z വരും കേട്ടോ. ഇനി 500 കിലോമീറ്റർ. 500 കിലോമീറ്റർ എന്ന് വെച്ചാൽ എത്രയാണ്? അത് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതാ എത്ര? 5 lakh മീറ്റർ ആണ് 500 കിലോമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏതാണ്? C എന്ന് പറഞ്ഞെങ്കിൽ ഇതാണ് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പം A എന്ന് പറഞ്ഞിരിക്കുന്നോ ഇതിലെ ഏത് വരും? Y വരും കേട്ടോ. Y വരുന്ന ഇവിടെ ഓപ്ഷൻ നോക്കുക. Y വരുന്ന 2 എണ്ണം ഉണ്ട്. ഇതും വരുന്നുണ്ട്, ഇതും വരുന്നുണ്ട്. പിന്നെ B വരുന്ന ഏതാണ്? BZ വരുന്നത് നോക്കുക കേട്ടോ. BZ വരുന്നത് ഇതാണ് വരുന്നത് കേട്ടോ. അതുപോലെ C എന്ന് പറഞ്ഞിരിക്കുന്നത് Xും വരും ഇല്ല. അപ്പൊ ഇതാണ് ഓപ്ഷൻ, അതായത് ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ കോണ്ടാക്ട് ഫോഴ്സസ്. കോണ്ടാക്ട് ഫോഴ്സസ് ഏതാണ് വരുന്നത് നോക്കുക കേട്ടോ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കോണ്ടാക്ട് ഫോഴ്സ് ആണോ? അല്ല, നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മാഗ്നറ്റിക് ഫോഴ്സോ? മാഗ്നറ്റിക് ഫോഴ്സും ഇതാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ് കേട്ടോ. കോണ്ടാക്ട് ഫോഴ്സ് വരുന്നതല്ല. നമുക്കറിയാം മാഗ്നറ്റ് എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യണം നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് കോണ്ടാക്ട് ഫോഴ്സ് ആണ് അല്ലേ. ഫ്രിക്ഷണൽ ഫോഴ്സ് ഒക്കെ എപ്പോഴാണ്? 2 സർഫസ് കോണ്ടാക്ട് വരുമ്പോഴാണ് ഫ്രിക്ഷൻ അവിടെ ഉണ്ടാകുന്നത്. ഇനി ഇലക്ട്രിക് ഫോഴ്സോ? ഇലക്ട്രിക് ഫോഴ്സ് എങ്ങനെയാണ്? ഇലക്ട്രിക് ഫോഴ്സ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ചാർജസ് തമ്മിൽ ഇങ്ങനെ അട്രാക്ട് ചെയ്യും റിപ്പൽ ചെയ്യുകയും ചെയ്യല്ലോ, കോണ്ടാക്ട് ഒന്നും ഇല്ലാതെ തന്നെ. അപ്പം നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതാണ്? അതെ, 3 മാത്രമേ ഉള്ളൂ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളൂ കേട്ടോ. 3 ഓൺലി എന്നുള്ള ഓപ്ഷൻ നോക്കുക. അതാ B ആണ് കേട്ടോ. B ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് മിറർ എമംഗ് ദ ഫോളോയിങ് ഓൾവേസ് പ്രൊഡ്യൂസ് ഇമേജസ് ഓഫ് പോസിറ്റീവ് മാഗ്നിഫിക്കേഷൻ. പോസിറ്റീവ് മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിറർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോസിറ്റീവ് മാഗ്നിഫിക്കേഷൻ ആണ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് വരുവാണെന്നുണ്ടെങ്കിൽ ID ആണ് കേട്ടോ നമ്മുടെ മൈൻഡിൽ വരേണ്ടത്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ് വരണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വിചാരിക്കണം. എങ്ങനെയുള്ള പ്രത്യേകതകളായിരിക്കണം? മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് വരുവാണെന്നുണ്ടെങ്കിൽ ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് കേട്ടോ. ഇറക്റ്റ് ആയിട്ട്, അതായത് നിവർന്ന ഇമേജ് ആണ്. നിവർന്ന ഇമേജ് ആണ് വരുന്നത്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഇമേജ് എങ്ങനെയായിരിക്കണം? നിവർന്ന ഇമേജ് ആയിരിക്കണം ഉണ്ടാകുന്നത് കേട്ടോ, ഇറക്റ്റ് ആയിട്ടുള്ള. അപ്പം ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നത് ഏത് മിററിലാണ്? ഒരേ രീതിയിലുള്ള ഇമേജ് കിട്ടുന്നത് ഏത് മിററിലാണ് വരുന്നത്? അതവിടെ കൊടുത്തിട്ടുണ്ട്. ഷേവിംഗ് മിററിൽ വരുമോ? ഷേവിംഗ് മിറർ നമുക്കറിയാം കോൺകേവ് മിററാന്ന് പറയാം അല്ലേ. കോൺകേവ് മിററിൽ എങ്ങനെയാണ്? ഇൻവെർട്ടഡ് ഇമേജ് ആണ് വരുന്നത്, അത് വരില്ല. റിയർ വ്യൂ മിററിൽ നമുക്കറിയാം ഇല്ലേ, ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് വരുന്നത് അല്ലേ. അപ്പൊ എന്താണ്? അത് കറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ്, വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, പോസിറ്റീവ് മാഗ്നിഫിക്കേഷൻ വരും കേട്ടോ. അപ്പൊ റിയർ വ്യൂ മിറർ. മേക്കപ്പ് മിററിൽ എങ്ങനെയാണ്? കോൺകേവ് മിറർ ആണല്ലോ മേക്കപ്പ് മിറർ. പിന്നെ ഹെഡ് ലാംപ്സിലൊക്കെ ആണെങ്കിൽ കോൺകേവ് മിറർ ആണ്. അപ്പം പോസിറ്റീവ് മാഗ്നിഫിക്കേഷൻ വരുന്ന ഏതാണ്? റിയർ വ്യൂ മിറർ ആണ് കേട്ടോ, അത് ഓർത്തോണം. അപ്പൊ ഒരു കാര്യം ഓർത്തോണം കേട്ടോ, മാഗ്നിഫിക്കേഷൻ എവിടെ നിന്നാണ്? പോസിറ്റീവ് വരുവാണെങ്കിൽ അപ്പം ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ഉണ്ടാകുന്നത് പോസിറ്റീവ് മാഗ്നിഫിക്കേഷൻ ആണ് കേട്ടോ, വെർച്വൽ ഇമേജും ആയിരിക്കും ഉണ്ടാകുന്നത്. നെക്സ്റ്റ് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
സിക്സ്ത് വണ്ണ് നോക്കുക. ഐഡന്റിഫൈ ദ മാഗ്നറ്റിക് പോൾസ് ഇൻ ദ ഫോളോയിങ് അറേഞ്ച്മെന്റ്. ഇവിടെ അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന്റെ മാഗ്നറ്റിക് പോൾസ് കേട്ടോ, മാഗ്നറ്റിക് പോൾസ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, പിക്ചർ നോക്കിയേ, എന്തൊക്കെയാണ് പിക്ചറിന്റെ പ്രത്യേകത നോക്കിയേ. നമുക്കറിയാം മാഗ്നറ്റിനെ സംബന്ധിച്ചോളം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ്, നോർത്ത് ടു, അറിയാവുന്ന പോയിന്റുകളൊക്കെ മനസ്സിലാക്കണം കേട്ടോ. നോർത്ത് ടു സൗത്ത് ആണ് എപ്പോഴും വരുന്നത്. അപ്പം നോക്കുക, അപ്പം നോക്കി ഇവിടെ നോക്കിയാൽ ബിയുടെ കേസിൽ ബിയിൽ നിന്നും സിയിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഇത് ഏതായിരിക്കും, ബി എന്ന് പറഞ്ഞിരിക്കുന്നത് നോർത്ത് ആയിരിക്കും, ഇത് സൗത്ത് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എ ഏതായിരിക്കും വരുന്നത്, എ സൗത്ത് ആയിരിക്കുമല്ലോ വരുന്നത്, മനസ്സിലായല്ലോ. അപ്പം ഇത് സൗത്ത് ആവുകയാണെങ്കിൽ ഇത് ഏതായിരിക്കും വരുന്നത്, നോർത്ത്. ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് നോർത്ത് ആയിരിക്കും വരുന്നത്. എന്താ, ഡിയിൽ നിന്ന് പോവുകയാണ് അല്ലെ, ഡിയിൽ നിന്ന് പോകുമ്പോൾ നോർത്താണ് നമുക്കറിയാം. എന്താ ഇവിടെ നോക്കിയാൽ ഇയിൽ നിന്ന് പോവുകയാണ്. അപ്പം ഇതും എന്തായിരിക്കും, ഇതും നോർത്ത് ആയിരിക്കും വരുന്നത്, മനസ്സിലാവുന്നല്ലോ. അപ്പം ഇത് ഏതായിരിക്കും, സൗത്ത് ആയിരിക്കും വരുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം എന്താണ് എ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഏതാണ്, എ സൗത്ത് ആണ് കേട്ടോ, എ സൗത്ത് ആണ്. ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ബി നോർത്ത് ആണ് അല്ലേ, ബി നോർത്ത് ആണ് വരുന്നത്. അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, സി സൗത്ത് ആണ് അല്ലേ, സി സൗത്ത് ആണ് വരുന്നത്, സി സൗത്ത് വരും. ദെൻ ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഡി നോർത്ത് കേട്ടോ, ഡി നോർത്ത് ആണ് വരുന്നത്. ഇ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്, ഇയും നോർത്ത് ആണ് അല്ലേ, ഇയും നോർത്ത് ആണ്. ദെൻ എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, സൗത്ത് ആണ്. ഇനി അതിൻ്റെ ഒരു ഓർക്കോസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ്, ചെക്ക് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ഓർ നോട്ട് കറക്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് റോങ് ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കിയേ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ക്ലോസ്ഡ് ലൂപ്പ് outside the magnet, they are from south pole to the north pole and inside them from north to south. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്, മാഗ്നറ്റിന്റെ പുറത്ത് എങ്ങനെയാണ്, ദേ ആർ ഫ്രം സൗത്ത് ടു നോർത്ത്, മാഗ്നറ്റിന്റെ പുറത്ത് സൗത്ത് ടു നോർത്ത് ആണ്, മാഗ്നറ്റ് ഇൻസൈഡിൽ എങ്ങനെയാണ്, നോർത്ത് ടു സൗത്ത് ആണ്. ഇത് കറക്റ്റ് ആണോ സ്റ്റേറ്റ്മെന്റ്, ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇല്ലേ. അതിപ്പം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പ് ആണ്, അത് ഓക്കെയാണ്. പക്ഷെ ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് എങ്ങനെയാണ്, ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ നോർത്ത് ടു സൗത്ത് ആണ്, ഇൻസൈഡ് ദ മാഗ്നറ്റ് എങ്ങനെയാണ്, സൗത്ത് ടു നോർത്ത് ആണ് കേട്ടോ. അപ്പൊ അതങ്ങനെ കറക്റ്റ് ചെയ്ത് എഴുതണം. ഇതവിടെ കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ക്ലോസ്ഡ് ലൂപ്പ് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്, ദേ ആർ ഫ്രം ദ നോർത്ത് പോൾ ടു ദ സൗത്ത് പോൾ ആൻഡ് ഇൻസൈഡ് ദം ഫ്രം സൗത്ത് പോൾ ടു നോർത്ത് പോൾ. ഉണ്ട് കേട്ടോ. ഇനി അടുത്ത ബി ഏതാണ്, ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ സർഫസ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ, അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. നമുക്കറിയാം ടോട്ടൽ, ഇത് റോങ് ആണെന്ന് പറഞ്ഞു, അതായത് ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ ദ സർഫസ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയും ഇല്ലേ. ദെൻ യൂണിറ്റ് ഏരിയയിൽ കൂടിയാണ് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ സർഫസ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ്. പിന്നെ എന്തെന്ന് പറയാം, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ, അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇതാ കറക്റ്റ് ചെയ്ത ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ സർഫസ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റോട് തെറ്റാണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ കൊടുത്തിരിക്കുന്നത് ഒബ്സർവ് ദ ഫോളോയിങ് ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇവിടെ ഫിഗർ നോക്കുക കേട്ടോ. ഒരു പാത്രത്തിലാണ് വെള്ളം അങ്ങനെ എന്തോ വെച്ചിട്ടുണ്ട്. ദെൻ 3 പോയിന്റുകൾ എ ബി സി കേട്ടോ, ലിക്വിഡ് ആണ് വെച്ചിരിക്കുന്നത്. 3 പോയിന്റുകൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അറേഞ്ച് ദ പോയിന്റ്സ് എ ബി സി ആൻഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ലിക്വിഡ് പ്രഷർ എക്സ്പീരിയൻസ്. ലിക്വിഡ് പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് ഈ എ ബി സി പോയിന്റ് ഉണ്ട്, അതിന് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം മേളുഭാഗത്ത് എങ്ങനെയായിരിക്കും പ്രഷർ, എങ്ങനെയായിരിക്കും, ഡെപ്ത് കുറവാണ്, അപ്പൊ എങ്ങനെയാണ് പ്രഷർ അവിടെ കുറവായിരിക്കും അല്ലേ. അതായത് മേളുഭാഗത്ത് പ്രഷർ കുറവാണ്, താഴ്ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പ്രഷർ എന്ന് പറഞ്ഞു. ബിയിൽ മിഡിലല്ലേ, അപ്പം മിഡിൽ മോഡറേറ്റ് പ്രഷറാണ്. എയിൽ ബോട്ടമാണ്, അപ്പം കൂടുതൽ ഡെപ്ത് വരുമ്പോൾ എയിലാണ് കൂടുതൽ എന്താണ് പ്രഷർ വരുന്നത്. അപ്പം ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ഏറ്റവും കുറവാർക്കാണ്, സിക്കാണ് അല്ലേ, സിക്കാണ്, പിന്നെ ബിക്കാണ്, പിന്നെ എയ്ക്കാണ് വരുന്നത് കേട്ടോ. ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി ഐഡന്റിഫൈ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ ലിക്വിഡ് പ്രഷർ അറ്റ് എ ഡിപ്പെൻസ് ഓൺ. അപ്പം എയിലാണ് കൂടുതൽ പ്രഷർ നമ്മൾ പറഞ്ഞു. അപ്പം ആ എയിൽ ഉണ്ടാകുന്ന ലിക്വിഡ് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് വരാം, ഡെപ്ത് വരാം അല്ലേ, ഡെപ്ത് വരാം, പിന്നെ ഡെൻസിറ്റിയും വരാം കേട്ടോ. ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഉള്ളി, ഹൈറ്റ് ആൻഡ് ഡെൻസിറ്റി ഓഫ് സലൈൻ വാട്ടർ ഉള്ളി, ഇതൊന്നും അല്ലേ, രണ്ടും വരാം
അല്ലേ? ഹൈറ്റ് ആൻഡ് ഡെൻസിറ്റി ഓഫ് ബോത്ത് കെറോസിൻ ആൻഡ് സലൈൻ വാട്ടർ. അപ്പം ഹൈറ്റും ഡെൻസിറ്റിയും കെറോസിൻ്റെയും സലൈൻ വാട്ടറിൻ്റെയും ഹൈറ്റും ഡെൻസിറ്റിയും അവിടെ ഡിപ്പെൻഡ് ചെയ്ത് വരാം കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ ആൻസർ കേട്ടോ, ഹൈറ്റ് ആൻഡ് ഡെൻസിറ്റി ഓഫ് ബോത്ത് കെറോസിൻ ആൻഡ് സലൈൻ വാട്ടർ. The next one, complete the following ray diagram and find the position and characteristics of the image. Ray diagram complete ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. പൊസിഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇമേജിന്റെ പൊസിഷനും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഒബ്ജക്റ്റ് എവിടെയാണ് ഇരിക്കുന്നത്? ബിയോണ്ട് സിയിലാണ്. ബിയോണ്ട് അല്ലേ, സി ഇതാണ് സെന്റർ ഓഫ് കർവേച്ചർ, ഇതാണ് അതിന്റെ പുറയിലായിട്ടാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതാ ഇങ്ങനെ ഇവിടെ വന്ന് വീണു. പിന്നെ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മുടെ ഏതാണ് ഫോക്കസ് ഇവിടെ പാസ് ചെയ്യില്ല, ഇങ്ങനെ കറക്റ്റായിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കും കേട്ടോ. ആരോ മാർക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ ഒരെണ്ണം പിന്നെ സെന്റർ ഓഫ് കർവേച്ചർ കൂടെ പോകുന്നുണ്ട്, തിരിച്ച് സെന്റർ ഓഫ് കർവേച്ചർ കൂടെയും പോകുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ജോയിൻ ചെയ്യുന്ന ആ പോയിന്റ് ഇതാ, അത് എവിടെയാണല്ലേ, ഇവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത്. ഇതാണ് നമ്മുടെ IM ഇമേജ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇൻവേർട്ടഡ് ആണ്. ഇൻവേർട്ടഡ് ആണല്ലേ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. പൊസിഷൻ എവിടെയാണ്? പൊസിഷൻ ബിറ്റ്വീൻ C ആൻഡ് F അല്ലേ, ഇമേജിന്റെ പൊസിഷൻ C ആൻഡ് Fലാണ്. ഇമേജിന്റെ പ്രത്യേകത റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. പിന്നെ സൈസ് എങ്ങനെയാണ്? ഡിമിനിഷ്ഡ് ആണ്. ഇല്ല, അപ്പൊ എങ്ങനെ പറയാം? പൊസിഷൻ അല്ലേ, പൊസിഷൻ നമുക്ക് എങ്ങനെ പറയാം? ബിറ്റ്വീൻ അല്ലേ, പൊസിഷൻ ഇമേജിന്റെ ആണ് കേട്ടോ. ബിറ്റ്വീൻ C ആൻഡ് F, C ആൻഡ് Fന്റെ ഇടയിലായിട്ടാണ് ഇമേജ് ഉണ്ടാകുന്നത്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് പറയാം? എന്തൊക്കെ പറയാം ക്യാരക്ടറിസ്റ്റിക്സ്? റിയൽ ആണല്ലേ, റിയൽ ആണ് അല്ലേ. പിന്നെന്താണ്? ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. പിന്നെ സൈസ് എങ്ങനെയാണ്? ചെറുതാണ്. അതായത് ചെറുതിന് നമ്മൾ എങ്ങനെയാ പറയുന്നത്? ഡിമിനിഷ്ഡ് എന്ന് പറയും അല്ലേ, ഡിമിനിഷ്ഡ് ഇമേജ് എന്ന് പറയും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്ജക്ട്സ് ക്യാൻ ബി ചാർജ്ഡ് ബൈ ഇൻഡക്ഷൻ. ഒബ്ജക്ട്സിനെ നമുക്ക് ഇൻഡക്ഷൻ വഴി ചാർജ് ചെയ്യാം. വിച്ച് ആർ ദ അതർ മെത്തേഡ്സ് ഓഫ് ചാർജിങ് അല്ലെ, ചാർജ് ചെയ്യാനുള്ള മറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? ചാർജിങ് ബൈ ഫ്രിക്ഷൻ അല്ലെ, ചാർജിങ് ബൈ ഫ്രിക്ഷൻ ഉണ്ട്. പിന്നെ എങ്ങനെയാണ്? ചാർജിങ് ബൈ കണ്ടക്ഷൻ അല്ലെ, ചാർജിങ് ബൈ കണ്ടക്ഷൻ, രണ്ട് മെത്തേഡ് ഉണ്ട് അല്ലെ, ചാർജിങ് ബൈ ഫ്രിക്ഷനും ചാർജിങ് ബൈ കണ്ടക്ഷനും പിന്നെ ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇനി വിച്ച് ടൈപ്പ് ഓഫ് ചാർജ് ഈസ് ടു ബി ബ്രോട്ട് നിയർ എ മെറ്റൽ സ്പിയർ ടു മേക്ക് ഇറ്റ് ചാർജ്ഡ് നെഗറ്റീവ്ലി ബൈ ഇൻഡക്ഷൻ. അതായത് നമ്മൾ ഇൻഡക്ഷൻ മെത്തേഡ് വഴി ഒരു മെറ്റൽ സ്പിയറിന് നെഗറ്റീവ്ലി ചാർജ് വരണം. അപ്പം അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഏത് ചാർജാണ് അതിലേക്ക് കൊണ്ടുവരേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വരുന്നത്? നമ്മൾ ഇവിടെ ഒരു മെറ്റൽ സ്പിയർ ഇവിടെ ഇരിക്കുകയാണ്, ഇതിന് നമുക്ക് നെഗറ്റീവ് ചാർജ് വരണം. അപ്പൊ നെഗറ്റീവ് ചാർജ് വരണമെങ്കിൽ നമ്മൾ പോസിറ്റീവ് ഇല്ലേ, പോസിറ്റീവ് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ എന്താണ് ഇവിടെയുള്ള മെറ്റൽ സ്പിയർ എങ്ങനെയാണ്? ഇവിടെയുള്ള നെഗറ്റീവ് ചാർജ് അവിടെ ഉണ്ടായിരിക്കും ഇല്ലേ, നെഗറ്റീവ് ചാർജ് എല്ലാം ഇങ്ങോട്ട് വരും. പിന്നെ ബാക്കി എക്സസ് ആയിട്ടുള്ള നെഗറ്റീവ് ചാർജ് നമ്മൾ എർത്തിലേക്ക് പോയി കഴിയുമ്പോൾ എന്താണ്? അത് എർത്തിലേക്ക് പോകും. മനസ്സിലാവുന്നല്ലോ പറഞ്ഞു. ഇനി നമ്മൾ ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ മാറ്റി കഴിയുമ്പോൾ ഇവിടെ എന്താണ്? പിന്നെ എന്താണ്? ഇവിടെ നെഗറ്റീവ് ചാർജ് അല്ലേ ഉണ്ടാകുന്നത്. ആ നെഗറ്റീവ് ചാർജ് അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും ഇല്ല. അതായത് ഈ മെറ്റൽ സ്പിയർ എന്തായിട്ട് മാറും? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിട്ട് മാറും. അപ്പൊ അതാണ് ചെയ്യേണ്ടത്. ഇത് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പോസിറ്റീവ്ലി ചാർജ്ഡ് ഒബ്ജക്റ്റ് ആണ് അടുത്ത് വരേണ്ടത്. റീസണും പറഞ്ഞിട്ടുണ്ട്. വെൻ പോസിറ്റീവ്ലി ചാർജ്ഡ് റോഡ് ഈസ് ബ്രോട്ട് നിയർ എ ന്യൂട്രൽ മെറ്റൽ സ്പിയർ ഇറ്റ് അട്രാക്ട്സ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് എ നിയർ സൈഡ്. The sphere is then grounded. More electrons flow into the sphere from the earth. After removing the ground and then the rod, the sphere left with the excess electrons. Hence, it becomes negatively charged. ഒന്നുകൂടെ ഷോർട്ട് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് എത്ര എഴുതിയാലും എഴുതി വെച്ചാൽ മതി കേട്ടോ. പോസിറ്റീവ്ലി ചാർജ്ഡ് ഒബ്ജക്റ്റ് ആണ് അടുത്തോട്ട് വരുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് അട്രാക്ട്സ് ഇലക്ട്രോൺസ് ആൻഡ് ലീവ് എക്സസ് ഇലക്ട്രോൺസ് ഓൺ ദ സ്പിയർ കേട്ടോ. ഷോർട്ടായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ദെൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതിയാലും മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ സ്പെറിക്കൽ മിറർ. ഒരു സ്പെറിക്കൽ മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കാം. പാരലൽ ടു ദ റിഫ്ലക്റ്റിംഗ് സർഫസ്. പ്രിൻസിപ്പൽ ആക്സിസ് റിഫ്ലക്റ്റിംഗ് സർഫസിന് പാരലൽ ആയിട്ടാണോ വരുന്നത്? അല്ല, അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പാസിംഗ് ത്രൂ പോൾ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ അല്ലെ. പ്രിൻസിപ്പൽ ആക്സിസ് പോളിലൂടെ കടന്നു പോകുന്നുണ്ട്, പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് കറക്റ്റ് ആണ്. ദേ ആർ ഇമാജിനറി ലൈൻസ് അല്ലെ. പ്രിൻസിപ്പൽ ആക്സിസ് എങ്ങനെയാണ്? ഇമാജിനറി ലൈൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതും കറക്റ്റ് ആണ്. എ റേ ഓഫ് ലൈറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ സീസ്. അതായത് സെന്റർ ഓഫ് കർവേച്ചറിലൂടെ റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് മേക്കിംഗ് 30 ഡിഗ്രി വിത്ത് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് 30 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്. ആണോ അത് സ്റ്റേറ്റ്മെന്റ്? ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് അല്ലേ? റേ ഓഫ് ലൈറ്റ് എങ്ങനെയാണ് സി കൂടെ പാസ് ചെയ്യുന്നുണ്ട്, അത് പ്രിൻസിപ്പൽ ആക്സിസിൽ 30 ഡിഗ്രി മേക്ക് ചെയ്യുമോ? ഇല്ല, അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഏതൊക്കെയാണ്? 2ഉം 3ഉം മാത്രമേ ഉള്ളൂ കറക്റ്റ് ആയിട്ടുള്ള കേട്ടോ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? 2 and 3 കേട്ടോ. 2 അതുപോലെ തന്നെ 2 and 3 മാത്രമേ ഉള്ളൂ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. അതായത് പ്രിൻസിപ്പൽ ആക്സിസിനെ സംബന്ധിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 2 and 3.
നെക്സ്റ്റ് സെക്ഷൻ ആണ് സെക്ഷൻ സി കേട്ടോ. 10th വൺ, എ ചൈൽഡ് മെയ്ഡ് ആൻ ഇലക്ട്രോമാഗ്നറ്റ് യൂസിങ് സ്റ്റീൽ നെയിൽ. ഒരു കുട്ടി സ്റ്റീൽ നെയിൽ ഉപയോഗിച്ച് എന്തുണ്ടാക്കി? ഒരു ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കി. അനദർ ചൈൽഡ് മെയ്ഡ് ആൻ ഇലക്ട്രോമാഗ്നറ്റ് യൂസിങ് സോഫ്റ്റ് അയൺ നെയിൽ വിത്ത് സെയിം നമ്പർ ഓഫ് ടേൺസ് ആൻഡ് സെയിം ടൈപ്പ് ഓഫ് സെല്ല്. വേറൊരു കുട്ടി എങ്ങനെയാണ്? സോഫ്റ്റ് അയൺ കേട്ടോ, സോഫ്റ്റ് അയൺ നെയിൽ വെച്ചിട്ട് ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കി. മീൻസ് ഒരാൾ സ്റ്റീൽ നെയിലും വെച്ചിട്ട് ഒരാൾ സോഫ്റ്റ് അയൺ നെയിലും വെച്ചിട്ട് ഉണ്ടാക്കി. അത് സെയിം സെല്ലാണ് ഉപയോഗിച്ചത്, നമ്പർ ഓഫ് ടേൺസ് ഒക്കെ ഒരുപോലെയാണ്. ദെൻ വിച്ച് വൺ ഈസ് ദ ബെസ്റ്റ് ആസ് ആൻ ഇലക്ട്രോമാഗ്നറ്റ്? വൈ? ഏതാണ് ബെസ്റ്റ്? സ്റ്റീൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണോ സോഫ്റ്റ് അയൺ കോർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണോ ബെസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈ എന്നും ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് ഏത് ഉപയോഗിച്ച് വെക്കുന്നതാണ്? സോഫ്റ്റ് അയൺ ഇല്ലേ, സോഫ്റ്റ് അയൺ വെച്ച് ഉണ്ടാക്കുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് എന്ന് പറയാൻ കാരണം. അതിന് കാരണം എന്താണ്? സോഫ്റ്റ് അയൺ എന്നാണ് കേട്ടോ ആൻസർ. സോഫ്റ്റ് അയൺ ആണ് കേട്ടോ. അതിന് കാരണം എന്താണ്? സോഫ്റ്റ് അയൺ ഹൈ പെർമിയബിലിറ്റി ഉണ്ട്, അതായത് മാഗ്നറ്റൈസ് ചെയ്യാം, നമുക്ക് ഈ ഈസി ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യാം, അതുപോലെ തന്നെ സ്ട്രോങ്ങും ആണ്. കൂടാതെ തന്നെ ലോ റിറ്റൻറ്റിവിറ്റി, സോഫ്റ്റ് അയണിന് ലോ റിറ്റൻറ്റിവിറ്റി ആണ്, അതായത് മാഗ്നറ്റിസം അത് ലോസ് ചെയ്യാം. അത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ മാഗ്നറ്റിസം ലോസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ സ്റ്റീലിന് എങ്ങനെയാണ്? സ്റ്റീൽ അതിന്റെ മാഗ്നറ്റിസം കുറേ സമയം അത് റീറ്റെയിൻ ചെയ്യുന്നത്. ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ മാഗ്നറ്റ് ഉണ്ടാക്കണ്ടല്ലേ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം ഏറ്റവും നല്ല ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല ഏതാണ്? സോഫ്റ്റ് അയൺ ആണ്. റീസൺ മനസ്സിലായല്ലോ. ഇനി ഹൗ ക്യാൻ വി ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രോമാഗ്നറ്റ്? ഇലക്ട്രോമാഗ്നറ്റിന്റെ സ്ട്രെങ്ത് നമുക്ക് എങ്ങനെ കൂട്ടാം? നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയിട്ട് കൂട്ടാം, അല്ലെങ്കിൽ കറണ്ട് കൂട്ടാം, സോഫ്റ്റ് അയൺ കോർ ഉപയോഗിച്ചിട്ട് ഇല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ സാധിക്കും. ഇനി നെയിം ദ 2 ഡിവൈസ് മേക്കിംഗ് യൂസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റ്. ഇലക്ട്രോമാഗ്നറ്റ് ഉപയോഗിച്ച് എന്താണ് ഉണ്ടാക്കാൻ പറ്റുന്ന 2 ഡിവൈസ്? ഇലക്ട്രിക് ബെല്ല് അല്ലെ, ഇലക്ട്രിക് ക്രെയിന് അല്ലെ, അങ്ങനെ അതൊക്കെ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ലൗഡ് സ്പീക്കേഴ്സ് കേട്ടോ, അതൊക്കെ എന്താണ്? ഇലക്ട്രോമാഗ്നറ്റ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. ആൻസേഴ്സ് ഷോർട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോഫ്റ്റ് അയൺ ആണ് നമുക്ക് ഉപയോഗിക്കാൻ നല്ലത്, കാരണം മാഗ്നറ്റൈസ് ഈസിലി അതിന് ഡിമാഗ്നറ്റൈസ് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും, ഡിമാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. ഇനി അതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ ഇൻക്രീസ് ടേൺസ്, ഇൻക്രീസ് കറന്റ്, സോഫ്റ്റ് അയൺ കോർ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ ഡിവൈസസ് ഉള്ളതൊക്കെയാണ് ഇലക്ട്രിക് ബെല്ല്, ഇലക്ട്രിക് ക്രെയിന്, പിന്നെ എന്താണ് ലൗഡ് സ്പീക്കേഴ്സ് കേട്ടോ. ലൗഡ് സ്പീക്കേഴ്സ് ഇതൊക്കെ എന്താണ്? ഇലക്ട്രോമാഗ്നറ്റ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാട്ടോ. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻ. ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 1.5. ഇമേജ് ഇതാണ് കേട്ടോ. ഇമേജ് 3 സെന്റിമീറ്റർ ആണ് ഇമേജിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സെന്റർ ഓഫ് കർവേച്ചറും ഫോക്കസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ. മനസ്സിലായല്ലോ. നോക്കാം എന്തൊക്കെയാണ്. ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ആൻഡ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ യൂസ്ഡ്. ഇവിടെ ഉപയോഗിച്ചിരുന്ന മിറർ ഏതാണ്? കോൺകേവ് മിറർ ആണ് അല്ലേ. ഈ കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്തും റേഡിയസ് ഓഫ് കർവേച്ചറും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം കോൺകേവ് മിറർ ആണ് അതിന്റെ ഫോക്കൽ ലെന്ത് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം? ഫോക്കൽ എന്ന് വെച്ചാൽ ഫോക്കസും അതുപോലെ തന്നെ ഈ മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കുമല്ലോ സെന്റർ ഓഫ് കർവേച്ചറും ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇല്ലേ. അപ്പൊ എത്ര തന്നെയായിരിക്കും? ഫോക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? 4 സെന്റിമീറ്റർ തന്നെയായിരിക്കും. ശരിയല്ലേ? അതേ ഡിസ്റ്റൻസ് തന്നെയാണല്ലോ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞ് മിററും ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെയായിരിക്കും സെന്റർ ഓഫ് കർവേച്ചറും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ്, സെന്റർ ഓഫ് കർവേച്ചറും ഫോക്കസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ്? അത് കറക്റ്റ് തന്നെയാണ്. 4 ആണ് അതിന്റെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഫോക്കൽ ലെങ്ത്. ഇനി എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കാം. റേഡിയസ് ഓഫ് കർവേച്ചർ കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? R = 2F ആണല്ലോ ഇല്ലേ. അപ്പൊ എങ്ങനെ ചെയ്യാം? 2 × F 4 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണ്? 8 സെന്റിമീറ്റർ. ഫോക്കൽ ലെന്ത് 4 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ. ഇനി ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. IM ഈസ് ദ ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ് O. വാട്ട് ഈസ് ഇറ്റ്സ് മാഗ്നിഫിക്കേഷൻ? IM എന്ന് വെച്ചാൽ ഇമേജ് ആണ്, മാഗ്നിഫിക്കേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെ തന്നിട്ട്? ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 1.5 സെന്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്രയാണ്? 3 സെന്റിമീറ്റർ. പക്ഷേ നമ്മുടെ സൈൻ കൺവെൻഷൻ റൂൾ അനുസരിച്ചിട്ട് എങ്ങനെയാണ്? താഴെയാണല്ലേ ഇമേജ് വന്നിരിക്കുന്നത്, താഴോട്ടാണ്. അപ്പോൾ എങ്ങനെയാണ്? നെഗറ്റീവ് വരും. ഇത് നെഗറ്റീവ് വരും. മാഗ്നിഫിക്കേഷൻ എങ്ങനെയാണ്? HI/HO ആണ് നമ്മുടെ ഇക്വേഷൻ ഇല്ലേ. മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ HI/HO ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു HI എന്ന് വരുമ്പോൾ -3 വരും, HO 1.5 ആണ്. അപ്പോൾ എത്രയാണ് വരുന്നത്? -2 ഇല്ലേ. മാഗ്നിഫിക്കേഷൻ ഈസ് -2. ഇനി അടുത്തെന്താണ്? ദ ഒബ്ജക്റ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ വൺ ഓഫ് ഹൈറ്റ് 2 സെന്റിമീറ്റർ അറ്റ് ദ സെയിം പ്ലേസ്. ഹൗ മച്ച് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഫോംഡ്? വേറൊരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് അതേ സെയിം പ്ലേസിലാണ്. സിക്കും എഫിനും ഇടയിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചു. അതിന്റെ ഹൈറ്റ് അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 2 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇമേജിന്റെ ഹൈറ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മാഗ്നിഫിക്കേഷൻ ഓൾറെഡി നമുക്ക് കിട്ടി. മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ -2 ആണെന്ന് കിട്ടി ഇല്ലേ? നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഇമേജ് കണ്ടുപിടിക്കണം. അപ്പം എം എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്കറിയാം HI/HO ആണെന്ന് നമുക്കറിയാം. ഈ കേസിൽ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എത്രയാണ് വരുന്നത്? 2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അപ്പം HI കണ്ടുപിടിക്കാമല്ലോ. HI = M × HO എന്ന് കൊടുക്കാം അല്ലേ? മാഗ്നിഫിക്കേഷൻ -2 ആണ്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എത്രയാണ്? 2 ആണ് വന്നിരിക്കുന്നത്. അപ്പം ഹൈറ്റ് ഓഫ് ദ ഇമേജ് എത്രയായിരിക്കും? -4 സെന്റിമീറ്റർ ആയിരിക്കും ഹൈറ്റ് ഓഫ് ദി ഇമേജ്. അതായത് ഒബ്ജക്റ്റ് അവിടെ തന്നെ, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാണ്? 2 സെന്റിമീറ്റർ വരുമ്പോൾ -4 ആയിരിക്കും അവിടുത്തെ ഇമേജിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഓഫ് പാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. മാഗ്നിഫിക്കേഷൻ ഓഫ് സം ഇമേജസ് ആർ ഗിവൺ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മിറർ യൂസ്ഡ് ഇൻ ഈച്ച് കേസ് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഏത് മിറർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം, ജസ്റ്റിഫിക്കേഷനും ചോദിച്ചിട്ടുണ്ട്. അപ്പം മാഗ്നിഫിക്കേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇമേജ് എന്ന് വെച്ചാൽ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. അത് ഓർത്തോണം കേട്ടോ, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും പോസിറ്റീവ്. ഇനി മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? റിയൽ കേട്ടോ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും വരുന്നത്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇനി മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ <1 കേട്ടോ, <1 ആവുകയാണെങ്കിൽ ഇമേജ് എന്ന് വെച്ചാൽ ഡിമിനിഷ്ഡ് കേട്ടോ, ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. മാഗ്നിഫിക്കേഷൻ >1 ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? മാഗ്നിഫൈഡ് കേട്ടോ, മാഗ്നിഫൈഡ് വലിപ്പമുള്ള കേട്ടോ, മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആണ് ഉണ്ടാകുന്നത്. ഇനി =1 ആവും എങ്ങനെയായിരിക്കും? സെയിം സൈസിലുള്ള കേട്ടോ, സെയിം സൈസിലുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടായിരുന്നത്. മാഗ്നിഫിക്കേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാല്യൂ എത്രയാണ്? മാഗ്നിഫിക്കേഷൻ വാല്യൂ എന്ന് വെച്ചാൽ എത്രയാണ്? +25 ആണ്. അപ്പൊ പോസിറ്റീവ് വാല്യൂ വന്നു. പോസിറ്റീവ് ആകുമ്പോൾ നമുക്കറിയാം വെർച്വൽ ആൻഡ് അല്ലേ? പോസിറ്റീവ് വാല്യൂ വരുമ്പോൾ എങ്ങനെയാണ്? അത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും അല്ലേ? വെർച്വൽ ആൻഡ് ഇറക്റ്റ് എന്ന് പറയാം അല്ലെ? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ദെൻ അതെങ്ങനെയാണ്? 0.25 ആണല്ലേ? 0.25 <1 ആണ് ഇല്ലേ? <1 ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയാം? നമ്മൾ കണ്ടു <1 ആണെങ്കിൽ ഡിമിനിഷ്ഡ്, <1 ആണ്. അപ്പൊ എങ്ങനെ പറയാം? ഡിമിനിഷ്ഡ് ആയിരിക്കും ഇല്ല? ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ <1 ആണ്. അപ്പോൾ അല്ലെ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഉണ്ടാകുന്ന ഏത് മിററിലാണ് ഉണ്ടാകുന്നത്? അത് വെർച്വൽ നേരെയാണ്, സൈസും കുറവാണ് ഇല്ലേ? അത് ചെറിയ ഇമേജുമാണ് ഉണ്ടാകുന്നത് ഇല്ലേ? നിവർന്നതാണ്, വെർച്വൽ ആണ്, ചെറിയ ഇമേജുമാണ്. അത് ഏത് മിററിലായിരിക്കും? കോൺവെക്സ് മിററിന്റെ കേസിലല്ലേ? കോൺവെക്സ് മിററിന്റെ കേസിൽ അല്ലേ? അപ്പോൾ കോൺവെക്സ് മിറർ എപ്പോഴും എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്? വെർച്വൽ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഏത് മിററാണ്? കോൺവെക്സ് മിറർ ആണ് കേട്ടോ, കോൺവെക്സ് മിറർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം. ബി എന്ന് വെച്ചാൽ -1 ആണ്. മാഗ്നിഫിക്കേഷൻ വാല്യൂ -1 ആണ്. അപ്പൊ ആ ഒരു കേസ് നമുക്കറിയാം -1 വരുവാണ് ഇല്ലേ? നെഗറ്റീവ് വാല്യൂ വന്നു. നെഗറ്റീവ് വാല്യൂ വരുവാണെങ്കിൽ നമുക്കറിയാം റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ് ഇല്ലേ? നെഗറ്റീവ് വന്നുകൊണ്ട് നമുക്കറിയാം റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്ന് പറയാം ഇല്ലേ? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ് ഇല്ലേ? മനസ്സിലായല്ലോ? ദെൻ 1 വന്നു ഇല്ലേ? 1 വരുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? 1 വന്ന് മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 വന്നിട്ടുണ്ട്. 1 വരുമ്പോൾ നമുക്കറിയാം സെയിം സൈസ് ആയിരിക്കും ഇല്ലേ? സെയിം സൈസ് അല്ലേ? ഇനി നോക്കിയേ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, ആ ടേബിൾ മൈൻഡിലുണ്ടായിരിക്കും. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് വന്നു, സെയിം സൈസും വന്നു ഇല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കും? ഏത് മിറർ ആയിരിക്കും എന്ന്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ താഴെ ഭാഗത്ത്, ഐഡിയ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മിറർ ഇങ്ങനെ വെക്കുമ്പോൾ താഴെ ഭാഗത്ത്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്ന് പറയുമ്പോൾ താഴെ ഭാഗത്താണ് വരുന്നത്, സെയിം സൈസ്. അപ്പം ഏത് സിറ്റുവേഷനിലാണ് നമുക്കറിയാം? അറ്റ് സിയിൽ വരുമ്പോൾ അല്ല, അറ്റ് സിയിൽ വരുമ്പോൾ സെയിം സൈസും വരുന്നുണ്ട്, അതുപോലെ തന്നെ റിയൽ ആൻഡ് ഇൻവേർട്ടറും വരുന്നത്. അത് ഏത് മിററിലാണ്? കോൺകേവ് മിറർ അല്ലേ? കോൺകേവ് മിറർ കേട്ടോ. ആ ഒരു ടേബിൾ നിങ്ങൾ മൈൻഡിൽ കൃത്യമായിട്ടുണ്ടായിരിക്കണം കേട്ടോ. കോൺകേവ് മിററാണ്. ഇനി അടുത്ത സി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. +1 മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ഏതാണ്? +1 ആണ് വന്നത് കേട്ടോ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ +1 വന്നു. +1 വരുമ്പോൾ നമുക്കറിയാം എന്താണ്? പോസിറ്റീവ് വാല്യൂ വന്നില്ല? പോസിറ്റീവ് വാല്യൂ വരുമ്പോൾ നമ്മളിവിടെ കണ്ടായിരുന്നു വെർച്വൽ ആൻഡ് ഇല്ലേ? വെർച്വൽ ആൻഡ് ഇറക്റ്റ് വന്നു. ദെൻ അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ എങ്ങനെയാണ് വന്നത്? =1 വന്നു. =1 വരുമ്പോൾ സെയിം സൈസ് ആണ് നമുക്കറിയാം. ആലോചിക്കേ, നിവർന്നതാണ്, വെർച്വൽ ആണ്, മിഥ്യയായിട്ടുള്ളതാണ്, പിന്നെ സെയിം സൈസ് വരുന്നു. അപ്പം അത് ഏത് മിറർ ആയിരിക്കും എന്ന്? സെയിം സൈസിൽ വേണമെങ്കിൽ വരുന്നത്. ആലോചിച്ച് നോക്കിയാൽ, നിവർന്നതാണ്, സെയിം സൈസ്, ഏത് മിറർ ആയിരിക്കും? പ്ലെയിൻ മിറർ അല്ലേ? പ്ലെയിൻ മിറർ അല്ലേ? നമ്മൾ മുഖം നോക്കുന്ന പ്ലെയിൻ മിററല്ലേ? നമ്മുടെ സെയിം സൈസ്, വെർച്വൽ ആണ്, നിവർന്നതുമാണ്, മിഥ്യയായിട്ടുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പം ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെ അങ്ങ് ചോദിക്കാം കേട്ടോ, മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ വെച്ചിട്ട് ഇങ്ങനെയും ചോദിക്കാം. അപ്പം നിങ്ങൾ എന്താണ് മിററിൻ്റെ കേസിലുണ്ടാകുന്ന ആ കോൺകേവ് മിററിൻ്റെ ആ ടേബിൾ കൃത്യമായിട്ട് മൈൻഡിൽ ഉണ്ടായിരിക്കണം. പിന്നെ അത് ഈ കൊടുത്തിരിക്കുന്ന പോയിന്റുകളൊക്കെ ഒന്ന് പഠിച്ച് കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കണം. അപ്പം അത് വെച്ചിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ പബ്ലിക് എക്സാമിൻ്റെ ആനുവൽ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയി ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ക്വസ്റ്റ്യൻസ് എടുത്തെടുത്ത് തന്നെ ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക, തനിയെ ചെയ്ത് നോക്കുക കേട്ടോ. മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി പഠിച്ച് തന്നെ നിങ്ങൾ എഴുതുക. നോക്കി വെച്ച് ആൻസേഴ്സ് നോക്കി വെച്ച് പഠിച്ചിട്ട് തന്നെ എഴുതുക കേട്ടോ. എങ്കിൽ മാത്രമേ ഉള്ളൂ മറക്കാതിരിക്കത്തുള്ളൂ. ഇത് ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമുക്ക് ഹയർ ക്ലാസ്സുകളിലേക്ക് ആവശ്യമുള്ളതാണ്. ഇവിടെ വെച്ച് പഠിച്ചു പോകല്ലോ കേട്ടോ. ഇവിടെ വെച്ച് പഠിച്ചു പോയി വിട്ടുപോകാനുള്ള കാര്യങ്ങളല്ല. 9th-ലും 10th-ലും ഒക്കെ വരുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റിന് ആൻസർ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അറിയാൻ മേലാത്ത മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.